നിങ്ങളുടെ പേരിന്റെ തുടക്കം ACPKF ഇതിലേതെങ്കിലുമാണോ തുടങ്ങുന്നേ? അലക്സ് ജെ. നിങ്ങൾ എന്തിനാ പേര് പറഞ്ഞേ? അത് കണ്ടുപിടിക്കുമ്പോഴല്ലേ എനിക്കൊരു ത്രില്ലുള്ളൂ. സോറി. അപ്പൊ ക്രിസ്ത്യാനിയാണോ? അതെ. ക്രിസ്ത്യാനിയാണെങ്കിൽ ഇവിടുന്ന് ഒരു ബക്കറ്റും ഗ്ലാസും തന്നിടാം. ബക്കറ്റും ഗ്ലാസും? ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം ശേഖരിക്കാൻ പറ്റുമോ? അതിൽ നിന്നും രാത്രിയും പകലും അവൻ വെള്ളം കുടിച്ചാ മനസ്സ് മാറും. മനസ്സൊന്നും മാറ്റണ്ട, ചോര ഒപ്പിക്കാൻ പറ്റുമോ? ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ആ വെട്ടുകാട് പള്ളിയിൽ പോയി 3 ആഴ്ച മെഴുകുതിരി കത്തിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. നമുക്ക് പോകുന്ന വഴിക്ക് മെഴുകുതിരിയും കത്തിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. സൈമ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ. ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ സാർ. ശരി. സാറെന്താ ഇവിടെ? ഞാൻ ജോത്സ്യനെ ഒന്ന് കാണാമെന്ന്, ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യം. താനെന്താ ഇവിടെ? ഇവന്റെ സമയമൊന്നും നോക്കാൻ വേണ്ടി വന്നാ. ഇവന്റെ സമയം ഇവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാലോ. അല്ലേ പിന്നെ നടൻ വിജയ് എടുത്ത് ചോദിക്കണം അല്ലേ? പിന്നെ നമ്മൾ ഇവിടെ വെച്ച് കണ്ട CA സാറിനോട് പറയണ്ട. ഡേ എന്തുകൊണ്ട് സോ തന്നെ പിടിക്കല്ലേ? എളുപ്പം എന്തേലും ഒരു ജോലി കിട്ടണം, ഒരു കല്യാണം നടക്കണം. എന്നാലേ യവൻ ഇത്തിരി ഉത്തരവാദിത്വം ഉണ്ടാവും. എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. സ്വാമി ഒന്ന് നോക്കണം. എത്ര സ്വാമി വല്ല കണ്ണ. ആ വലത് കൈ ഒരു മുട്ടയിലേക്ക് വെക്കൂ. ഏത് മുട്ടയിലേക്ക്? ആ കറുത്ത മുട്ടയിലേക്ക്. അധികം മറത്തണ്ട, അത് പൊട്ടിപ്പോ. എടാ ഇതൊക്കെ ഒറിജിനലാണോ? ഏയ് ഫോട്ടോഷോപ്പാ സാറേ, കണ്ടറിഞ്ഞൂടെ? ഫോട്ടോഷോപ്പ് ഒന്നല്ല, ഒറിജിനൽ അത്. ഈ ജോൽസിന് പത്മശ്രീ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? പത്മശ്രീ സ്വാമിയുടെ ഭാര്യയുടെ പേര് സാറേ. മതി മതി, കൈയെടുത്തു. കഴിഞ്ഞ മേടം വരെ വളരെ നല്ല സമയമായിരുന്നു നിങ്ങൾക്ക്. ഇനി അങ്ങോട്ട് വളരെ മോശം സമയമാണ്. കഴിഞ്ഞ മേടം വരെ നല്ല സമയമായിരുന്നു. നമ്മൾ ജീവനോടെ ഇരിക്കുന്ന സമയമാണ് നല്ല സമയം. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിൽപ്പെടാൻ പോവുകയാണ്. ഒരു ഇലക്ട്രോണിക് ഉപകരണവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ഫോണല്ല, അതവസാനിക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ നന്നാവും, ഇല്ലെങ്കിൽ കാണുന്നത് ജീവഹാനിയാണ്, മരണം. ആരുടെ മസീറ തയ്യാറാക്കിയത്? ശരി, ഞാൻ വിളിക്കാം. എന്താടാ സംഭവം ശരിയാ. തൊണ്ടികൊല്ല കൂട്ടത്തിലായി പൊടും പോയിട്ടുണ്ട്. ഒരുത്തനെ ജീവനോടെ കത്തിച്ച ആരും ഒന്നും അറിയാതിരിക്കാനാ ആ സാമാനം കത്തിപ്പോയെന്നല്ലേ നീയൊക്കെ പറഞ്ഞത്? അങ്ങനെ തന്നെ കരുതിയത്. അതിനകത്തുള്ള എന്തെങ്കിലും പുറത്തു പോയാ എന്റെ താനിക്കോണം നീയൊക്കെ കാണുവേ. അതിന്റെ കസ്റ്റോഡിയൻ യേശുദാസാ. തമ്പാനൂർ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ. ഇയാൾക്ക് എന്താ കാര്യം? അയപ്പോടെ അയാളുടെ കയ്യിലുണ്ട്. കോണത്തിലെ പണിയായി പോയല്ലോ. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ, ഒരു താമര മോള് വലുതായി, ഒന്ന് പെട്ടെന്നാവട്ടെ. മോള് വലുതാണെന്താ, നമുക്ക് പാടിക്കൂടെ? ആരാ? പള്ളിപ്പിരിവാ? സാറിന്റെ കയ്യിരിക്കണ ഐപ്പോഡില്ലേ, അതിങ്ങ് തന്നേരി. ഐപ്പോഡ്? അതെന്തോ? പൊട്ടം കളിക്കണ്ട. അന്നൊരുത്തൻ ചത്തപ്പ ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയ ഐപ്പോഡില്ലേ, അതിങ്ങ് തന്നേരി.
ഞാനൊരു പോലീസുകാരനാ. എന്റെ വീട്ടിൽ കയറി നീ എന്നെ ഇടോന്ന് വിളിക്കുന്നോ? എന്താ പ്രശ്നം? അകത്ത് പോൻ. ഒന്നും മാറിക്കിടപ്പഞ്ഞ വീട്ടിൽ കയറിയ കളി മാറുവേ. ഐപ്പോടും കൊണ്ട് ഞാനിവിടുന്ന് പോകത്തുള്ളൂ. എന്താപ്പാ? എന്തോ ഐപ്പോടെന്നൊക്കെ അവന്മാര് പറയുന്നു. ഐപ്പോടോ? ഐപ്പോടെന്ന് നിനക്കറിയാൻ വയ്യുള്ള പട്ടി. ഫൈറ്റ് മൂടാ? എടാ ഞാനും വരാളോ? ഇല്ല, നിങ്ങളിത് എവിടെ പോവാ? എടി രണ്ട് കൊടുക്കട്ടടി. നിങ്ങൾ കൊടുക്കണ്ട, ഇടി കണ്ടാ മതി. എടി തൂണോട് ഞാൻ കണ്ടില്ലേ? തൂണൊക്കെ അതൊക്കെ പണിയാ. ഗേറ്റ് പണിയാ. ஒரு சட்டையா அதுக்கு மேல ஒரு பெரிய போட்டா நீ பெரிய விஜய் நினைப்பா? அங்க வருவே இல்ல? நான் வச்சுக்கடா வருவே இல்ல? ആ സിംഗനായ അല്ല പിന്നെ പോലീസ് ആയുള്ള പ്രശ്നം കണ്ടില്ലേ? കണ്ടാ അമ്മ? കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ? ബൂസ്റ്റ് എടുക്കാം. ബൂസ്റ്റ് എങ്കിൽ ബൂസ്റ്റ്. ആ അമ്മ എനിക്കും കൂടെ എടുത്തോ. ആരാ അവന്മാര്? ആരാ അവന്മാർക്ക് ഐപ്പോഡ് കൊടുക്കാൻ? എന്ത് പറയാ ഐപ്പോഡ്? ഐപ്പോഡ് പാട്ട് കേൾക്കുന്ന സാധനമോ? അല്ല ഇതേതോ വലിയ ടീമാണല്ലോ. എന്താ പ്രശ്നം? അവന്മാരുടെ ഐപ്പോഡ് അപ്പനെടുത്തുന്നു. ഇതാണ് സാർ ഐപ്പോഡ്. ഞാൻ സാറിന്റെ ബാഗിൽ നിന്ന് അറിയാതെ എടുത്ത. ക്ഷമിക്കണം സാർ. ഇനി മേലാ നീ വീട്ടിൽ കയറി പോരുത്. എന്റെ രോഗത്തെ കുറിച്ച് രോഗം. ക്ഷമിക്കണം സാർ. ഇന്ന് ഐപ്പോഡ് സൂക്ഷിക്കണേ. ബാസ്റ്റിൻ എന്തായി? ബാസ്റ്റിനെ ഇടിച്ച് പഴുപ്പിച്ച് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ആ താടി വെച്ചാനാണോ ബാസ്റ്റിൻ? ഒരു കറുത്ത മുട്ടനാടനെ മേടിച്ച് എല്ലാവരും സൂപ്പ് വെച്ചോട്. ആരടാ നീ? നീ ആരടാ? ഏറ്റവും ഡീസന്റ് ആയിട്ടുള്ള രീതിയിലാണ് നിന്നെ ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ കഴപ്പം കൊണ്ട് ഇറങ്ങിയ കുടുംബത്തോടെ വീട്ടിൽ കയറി കത്തിക്കും ഞാൻ. I'm waiting. I am waiting. ഭയങ്കര വെയിറ്റിംഗ് ആയിപ്പോ. എന്തുണ്ട് ബൈ, സുഖമല്ലേ? അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എല്ലാത്തിനും ഒന്ന് പോടാപ്പാ, നോക്കിപ്പോ. അല്ല പിന്നെ നീ എന്തിനാ അവനോട് സുഖം ചോദിച്ചത്?
ഇവനടിച്ച് പൊളിച്ച കെട്ട അവൻ്റെ തലയിലുള്ളത്. ഈ കഴുതയോടെ ഒരു അക്ഷരം സംസാരിക്കരുത് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് വന്നത്. ഞാൻ ഒരു സൗഹൃദപരമായിട്ട് ഡീൽ ചെയ്താ, വേണ്ടെങ്കിൽ വേണ്ട. ഞാനേതാണ്ട് തെറ്റ് ചെയ്ത പോലെ. ബെഡ്സീറ്റ് കയറാ കമന്നങ്ങ് കിടക്കുക അച്ചി വീട് പോലെ. ആ കയറി വാ, മുതലാളി വിളിക്കുന്നു. കുത്ര പെട്ടെന്ന് ആളറിയാതെ പറ്റിപ്പോയോ സാറേ. ഇവന് ചെറിയൊരു രോഗമുണ്ട്. എന്തെങ്കിലും കൈ കിട്ടിയാൽ അപ്പോൾ എടുത്ത് പോക്കറ്റ് ഇടും. ജന്മനേ ഉള്ള കുഴപ്പമാ. അതെ സാർ, അങ്ങനെ പറ്റിയതാ, സോറി. നോക്കിക്കൊണ്ടിരിക്കുക സാർ. വേഗം നാട്ടെ. ഒന്ന് പെട്ടെന്ന് സാർ, അതിൻ്റെ അകത്ത് കുറച്ച് വിജയണ്ണൻ്റെ പാട്ടാ, ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ട്. മുതലാളി, യുവമാരാ അന്ന് രാത്രി ഇന്ദിര കുഞ്ഞിനെ എടുത്തിട്ട് ഇടിച്ചത്. സത്യം. അയ്യോ സാറേ, വിജയണ്ണൻ്റെ കാല് തല്ലുടിച്ചോണ്ടാ. അല്ല ഞാനില്ലായിരുന്നു, യുവമാരാ. ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട് സാർ. ഓ ഭാഗ്യം അല്ലേ മുതലാളി. സോറി, ആവേശം കൂടി പോയല്ലേ. എന്താ എന്റെ പേര്? സൈമൺ. പോക്കിരി സൈമൺ. വിജയ് ഫാൻ അല്ലേ? ആ, നീയൊക്കെ കറങ്ങി തിരിഞ്ഞ് എന്റെ തോളത്ത് തന്നെ വന്നോണ്ടിരിക്കുകയാണല്ലോടെ. ഒന്നീ പിഴച്ച 3. നീ എന്റെ പിറകെ വന്ന വെച്ചേക്കല ഞാൻ. ഇല്ല സാർ, പുറത്തേക്കോ. സാറേ, ഇതിൻ്റെ പേരിൽ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. സൈമൺ പോലീസ് ടെസ്റ്റൊക്കെ എഴുതിയിട്ട് നിൽക്കുക. വയ്ക്കൂ. ഓ ശരി സാർ.